5 സെൻറ്റ് സ്ഥലത്ത് മിനിമം 3 വാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു വീട്. വീട് വരുന്നത് പള്ളിക്കരയിലാണ്. 2100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ളൊരു വീട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 1 കിലോമീറ്ററാണ്. നല്ല ഭംഗിയിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട്. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം വരുന്നത്. ഈ വീടിൻ്റെ മുമ്പിലായി കിടന്നത് ഈ കാണുന്ന റോഡാണ്, മഡ് റോഡാണ്. ഇവിടെ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എലവേഷൻ ഇതാണ്. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബാൽക്കണി നൽകിയിട്ടുണ്ട്. ബാൽക്കണിയിൽ ടെറാക്കോട്ട ജാളികൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഗ്രൂസ് എല്ലാം കൊടുത്ത് ഒരു ഗ്രേ കളർ പെയിൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്ചർ വർക്കും നൽകിയിരിക്കുന്നു. താഴെ നമുക്ക് കാർ പോർച്ച് കാണാം. പിന്നെ സിറ്റ് ഔട്ട് ആണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മതിൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ടെറാക്കോട്ട ടൈലിൻ്റെ ഒരു ഡിസൈൻ ടെക്സ്ചർ വർക്കിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ വരുന്നു. ഇവിടെ ഗേറ്റാണ്, സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഡെക്ക് വുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്വയർ ട്യൂബ്, GI ഷീറ്റ് എല്ലാം ഉപയോഗിച്ചിരിക്കുക ഒരു ഗേറ്റ്. ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ മുറ്റം തന്നെയാണ്. വിശാലമായിട്ടുള്ള മുറ്റം നമുക്കിവിടെ കാണാം. 3 വാഹനം ഇവിടെ മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സിന് പകരം കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെതായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വലിയ വാഹനം പാർക്ക് ചെയ്യാം. ടോട്ടൽ മിനിമം 3 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും നടക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ പുറകിലായിട്ട് ഒരു വശത്തായിട്ട് കിണറും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലാഡിങ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പാളിയുള്ള മെയിൻ ഡോർ നൽകിയിരിക്കുന്നു. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. 2 ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. വലിയ കട്ടിളകൾ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നാൽ ലിവിംഗ് സ്പേസിലേക്കാണ് പോകുന്നത്. മെയിൻ ഡോർ തുറന്ന് വരുന്നത് നമ്മൾ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതാണ് ലിവിംഗ് സ്പേസ്. 4x2 വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് അപ്പോക്സി ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. 2 വശത്തും ജനലുകൾ കാണാം. സ്റ്റീലിൻ്റെ അഴികളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ 4 പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ PVC ലോവേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വുഡൻ ഡിസൈനും വരുന്നുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ, എന്തെങ്കിലും ക്യൂരിയോസ് വയ്ക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. നമുക്കൊരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന തരത്തിലുള്ള വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ചെറിയൊരു ഫോൾ സീലിംഗ് വർക്ക് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ നൽകിയിട്ടുണ്ട്. ഒരു ഹോള് മാത്രം നൽകിയിരിക്കുന്നു. ഇവിടെ ആർക്കി ഡ്രൈവ് ചെറിയ രീതിയിൽ നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ 2 സൈഡിലും കിച്ചൺ വിൻഡോ നൽകിയിട്ടുണ്ട്. താഴെയും മുകളിലും കബോർഡുകൾ കാണാം. നേരത്തെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ളൊരു സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ ചെയ്തെടുക്കാം. പുറകുവശത്താണ് കിണർ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ നമുക്കൊരു ചെറിയ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വാഷ് കൗണ്ടർ വരുന്നത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞു മാറിയ ഒരു ഏരിയയിൽ തന്നെയാണ്. ഇവിടെ ചെറിയ ലൂവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിരിക്കുന്നു. അവിടെ LED ലൈറ്റ് കാണാം. ഇത് റെഡിമെയ്ഡായിട്ട് ലഭിക്കുന്ന സിങ്കും അതിൻ്റെ ഫിറ്റിങ്സുകളുമാണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ഒരു ബെഡ്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം നോക്കാം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ വുഡൻ ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നീളത്തിലുള്ള വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടൈലിന് അല്പം വ്യത്യാസമുണ്ട്. നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ അപ്പോക്സി ഇടാതെ എപ്പോക്സി ഇട്ടാണ് വിരിച്ചിരുന്നതെങ്കിൽ ഇവിടെ എല്ലാം ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിരിക്കും. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ പാളികളുള്ള ജനൽ കാണാം. അതുപോലെ തന്നെ ഇവിടെയാണ് വാർഡ്രോബ്. അലൂമിനിയത്തിലാണ് ഇതെല്ലാം ചെയ്ത് എടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിന് പകരം അലൂമിനിയമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡാണ്
ഈ വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിങ്ങും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഡോറ് PVC-യിലാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വൈറ്റ് ആൻഡ് ഒരു ഗ്രേ കളർ ഷെയ്ഡ് വരുന്ന 2 ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അവസാന ഭാഗത്തായിട്ട് ഷവർ, നീളത്തിലുള്ള ഒരു ബാത്റൂമാണ്. ഇവിടെ സെൻറ്റർ ഭാഗത്തിലാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിൽ അത്ര വലിപ്പം ഈ ബെഡ്റൂമിലില്ല. ചെറിയൊരു ബെഡ്റൂം, ഒരു 10-9 സൈസുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ മാത്രം വരുന്നുണ്ട്. ഇവിടെ 2 ഡോറുള്ള ഒരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കും ഇവിടെ കാണാം. ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ. നേരത്തെ കണ്ട അതേ ഡോർ തന്നെ നൽകിയിട്ടുണ്ട്. ബാത്റൂം സ്പേഷ്യസ് ആണ്. അപ്പോൾ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൈസറായി ടൈലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. വലിയ അപ്പർ ലിവിങ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ചെറിയൊരു സ്റ്റഡി ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിന് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊന്നും കൊടുത്തിട്ടില്ല, വാർഡ്രോബ് ഒന്നും ചെയ്തിട്ടില്ല. ബെഡ്റൂമിൻ്റെ ഡോർ, ഈ ജനൽ വരുന്നത് ഈ ഭാഗത്താണ്. ഒരു 2 പാളി ഇവിടെ ഓരോ പാളികളിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ നമ്മുടെ പാർക്കിൽ തന്നെയാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമിൻ്റെ റോഡ് നേരത്തെ കണ്ടതാണ്. അതേപോലെയുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലാണ്. ഫ്ലോറിൽ അല്പം ഗ്രിപ്പുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ടെറസിലേക്ക് പോകാനുള്ള ഗോവണി ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബെഡ്റൂം കൂടി കാണാനുണ്ട്, പിന്നെ ബാൽക്കണിയും. ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. ഇത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. താഴത്തെ ഒരു ബെഡ്റൂം മാത്രം അല്പം ചെറുതാണ്. ബാക്കി എല്ലാ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. നേരത്തെ കണ്ട ടൈൽ പാറ്റേൺ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരേ ഫിറ്റിങ്സുകൾ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള വലിയ ബാൽക്കണിയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ടെറാക്കോട്ട ജാളികൾ 2 വശത്തുമായിട്ട് നൽകിയിരിക്കുന്നതായി കാണാം. സ്റ്റീലൊന്നും നൽകിയിട്ടില്ല. ടെറാക്കോട്ട ജാളികളുടെ ആ ഡിസൈൻ വർക്ക് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഈ വീട് വരുന്നത് പള്ളിക്കരയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് 8 കിലോമീറ്ററാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്റർ ആയിരിക്കും ദൂരം. ചെറിയ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ടുള്ള വരുന്ന ദൂരം ഏകദേശം ഒരു 100 മീറ്റർ മാത്രമാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 75 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില. ഈ വീട് വാങ്ങാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.